ഹലോ ഗൈസ്, ഉപ്പും മുളകും ഒരു അടിപൊളി പ്രൊമോ, ഒരു രക്ഷയില്ല കേട്ടോ. ചിരിച്ച് ചിരിച്ച് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് മടുക്കോട്ടോ കൂട്ടുകാരെ. നമ്മുടെ പാറമട വീടിന് എന്ത് പേരിടണം എന്നുള്ളൊരു ആലോചനയിലാണ് എല്ലാവരും കേട്ടോ. അപ്പൊ നമ്മുടെ കേശു ഒരു പേര് കൊണ്ടുവരുന്നുണ്ട്, മാധവം. അപ്പത്തേക്കും നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, ഓ നൈസായിട്ട് നിന്റെ പേരതിൽ ഉൾപ്പെടുത്തിയാൽ ആരും അറിയില്ലെന്ന് കരുതിയല്ലേ. അപ്പൊ നമ്മുടെ ഭവാനി അമ്മ പറയുന്നുണ്ട്, കേശു, മാധവ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് നമ്മുടെ കേശുവിനെ കളിയാക്കുന്നുണ്ടേ. പിന്നീട് നമ്മുടെ ശിവാനിയുടെ ടേൺ ആട്ടോ. അപ്പൊ ശിവാനി ഇട്ടിരിക്കുന്നത് കൈലാസം. അപ്പൊ കൈലാസവും ആർക്കും ഇഷ്ടമായില്ല. കൈലാസം എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ശിവ കൈലാസം, അത് തന്നെ. അപ്പൊ നമ്മുടെ കേശു പറയുന്നുണ്ട്, എന്റെ മാധവന് ഇവിടെ കേറ്റാത്തടത്തോളം കാലം നിന്റെ കൈലാസനെ ഞാൻ ഇവിടെ കേറ്റത്തില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തമ്മിൽ പിന്നെ പ്രശ്നമായിട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ലച്ചുവിന്റെ ടേൺ ആണ്. അപ്പൊ ലച്ചുവിന്റെ പേരെന്താണെന്ന് അറിയോ? ലല്ലൂസ്. അപ്പൊ നമ്മുടെ കേശു പറയുന്നുണ്ട്, അയ്യേ അയ്യേ കൊള്ളത്തില്ല, അയ്യേ അയ്യേ ഇതെന്തൊരു പേര് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചുവിനിട്ട് വാരുന്നുണ്ടേ. ഇനി നമ്മുടെ പാറക്കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ പാറക്കുട്ടി ലാസ്റ്റ് ഉണ്ടല്ലോ, ആ ചേട്ടാ ഇവിടെ എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ഒരാളിങ്ങനെ ഓൺലൈൻ ഓർഡർ കൊടുക്കുമല്ലോ, അയാളിങ്ങനെ ഡെലിവറി ബോയ് വരുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഫോണിൽ വിളിച്ചിട്ട് പാറക്കുട്ടിനോട്, ആ പാർവതി മാഡത്തിന്റെ വീട് എത്തിയോ എന്ന് ചോദിച്ചിട്ട് ഒരു പാർസൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാറക്കുട്ടിയുടെ പേരാണ് അതെന്നുള്ള കാര്യം 100% ഉറപ്പ്. ഇനി നമ്മുടെ പാറക്കുട്ടി എന്ത് പേരായിരിക്കും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാകുക എന്നാണ് നമുക്കിനി അറിയേണ്ടത്. ഈ 4 പേരുകളിൽ ഏത് പേരായിരിക്കും നമ്മുടെ പാറമട വീടിന് വരാൻ പോകുന്നതും അല്ലെ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേര് ഒന്ന് പറയണേ, കമന്റ് ചെയ്തേക്കണേ. നമ്മുടെ കേശുവിന്റെ മാധവമാണോ, നമ്മുടെ ശിവാനിയുടെ കൈലാസാണോ, ലച്ചുവിന്റെ ലല്ലൂസാണോ, ഇത് മൂന്നാട്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു പേര് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ. കാത്തിരുന്നതന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.